ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. ഓരോ പ്രശ്നം കഴിയുമ്പോഴും ഓരോ പ്രശ്നം തുടങ്ങുക. ഇവിടുത്തെ പ്രശ്നം എന്നാ ഒന്ന് തീരുക? നിങ്ങൾക്കറിയാലോ കോൺഗ്രസിന്റെ സംവിധാനം. പക്ഷെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളല്ലേ. ഇപ്പോഴത്തെ പ്രശ്നം കണ്ടില്ലേ, പ്രസിഡന്റിനെ മാറ്റണത്രേ. അങ്ങനെ ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനി അറിയാൻ നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടി. പാർട്ടി നമ്മൾ നിർബന്ധിച്ചാൽ ഇപ്പോൾ പാർട്ടിനെ അനുസരിക്കണ്ടേ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. പാർട്ടി തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ചർച്ചകൾ നടന്നു എന്നാണ് അർത്ഥം. പിന്നെ എങ്ങനെ ഇത് ശരിയാവുക? അല്ല, അതെന്ത് വേണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കണ്ടോ, സുധാകരേട്ടന് എന്തോ ഒരു കുറവുള്ളത്. പ്രവർത്തകരങ്ങനെ ആവേശം കൊള്ളിക്കും. പിന്നെ എവിടെയെങ്കിലും അടിയുണ്ടായാൽ വീഡിയോ കോളിൽ വന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏതെങ്കിലും ബാങ്ക് തിരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് മാറ്റി ചെയ്യുമെന്ന് മനസ്സിലായാൽ അവിടെ ചെന്നിട്ട് വോട്ട് മാറ്റി ചെയ്താൽ ജീവൻ ഉണ്ടാവൂല എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. എന്തോ ഒരു കുറവുള്ളത് മൂപ്പർക്ക്. കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള മാനസികാവസ്ഥയുണ്ട്. ഈ കഴിവൊന്നും മൂപ്പര് മറച്ചു വെക്കൂല. 4 ആൾ കൂടിയാൽ അവിടെ വന്ന് ഇതൊക്കെ ഏറ്റു പറയാനും മൂപ്പർക്ക് ധൈര്യമുണ്ട്. അപ്പം അതൊന്ന് പത്രത്തിൽ എഴുതിയാട്ടെ, വേഗം പത്രാഫീസിൽ കൊണ്ടുപോയി കൊടുക്ക്. അപ്പോൾ പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും AICC ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ KPCC പ്രസിഡന്റ്. ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം, ഞാൻ നിൽക്കണോ പോണോ? മുഖ്യമന്ത്രി ആവാന്ന് ഒരു തവണ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു മനുഷ്യനാണിത്. ഈവൻ മുഖ്യമന്ത്രി പോലും അല്ല. ഞാൻ അതിലൊന്നും ശടിക്കാൻ പോകുന്നുമില്ല. അല്ല സുധാകരേട്ടാ, ഇങ്ങനെ ചർച്ച പോയാൽ ബാക്കിയുള്ളവരും തുടങ്ങൂലേ ഇതേപോലെ? അത് തീർച്ചയായിട്ടും അത് അനാവശ്യം തന്നെയാണ്. അങ്ങനെ ചർച്ചയുടെ ഇപ്പോൾ ആവശ്യമില്ല. സുധാകരേട്ടാ, നമ്മളെ രാഷ്ട്രീയം ഇങ്ങനെയല്ലാന്ന്. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. ബാനുവിന്റെ യോഗ്യതയല്ലല്ലോ ഇവിടുത്തെ വിഷയം. 6-ാം വയസ്സ് മുതൽ പോരാട്ടം തുടങ്ങിയ ആളാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. എന്നിട്ടും ചിലവർക്ക് സുധാകരേട്ടനെ മാറ്റണം. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സാധാരണ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2010 ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിജയമുണ്ടായി, 70% വിജയം. ഇതന്നെ പ്രശ്നം. ഒരാൾ 6-ാം വയസ്സ് മുതലുള്ള വീരകഥകൾ പറയാൻ തുടങ്ങും. അപ്പോൾ മറ്റേ ആൾ വന്നിട്ട് ഞാൻ KPCC പ്രസിഡന്റ് ആയ സമയത്താണ് വലിയ വിജയം ഉണ്ടായത് എന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തരും കൂടി പറയാൻ തുടങ്ങിയാൽ അടി പിരിച്ചാൽ പിരിയും. ആ വിജയം ആവർത്തിക്കാൻ വേണ്ടി എല്ലാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയും ഇപ്പം ഇല്ല. ഇത് ശരിയാവൂല. വെറുതെ അല്ല, ഐക്യത്തിന് വേണ്ടി കൂടിയ രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം നടത്താനിരുന്ന പത്രസമ്മേളനം ഐക്യമില്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചത്. ഐക്യമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഒരുമിച്ചെങ്ങാനും പത്രസമ്മേളനം നടത്തിയാൽ മൈക്കിന് അടി കൂടാതെ ആ പത്രസമ്മേളനം മുഴുവനാക്കൂലെന്ന് നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. അതെ, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയിലെ അലബാമയിൽ തെരുവുകളിലും സ്കൂളുകളിലും ഒക്കെ കുട്ടികൾ ഒരുമിച്ച് ഇരിക്കുന്നതും പഠിക്കുന്നതൊക്കെ സ്വപ്നം കാണി പ്രസംഗിക്കുകയൊക്കെ ചെയ്തിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ മൈക്കിന് അടികൂടാതെ ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തുന്നത് കാണാൻ എത്ര കാലമാണ് ഇനി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാത്തത്.